ഉം. ഇന്നൊരു കറി വെക്കണം. എന്നെ കറി വെക്കുമെന്ന് അറിയത്തില്ല. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം പിടിച്ചാലോ? എന്നാ വെക്കും? ആ, ഇത് വെച്ചിട്ട് നമുക്കൊരു കറി വെച്ചാലോ? ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ബാ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗ്രീൻ ആപ്പിൾ പച്ചടിയാണ്. അപ്പം ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്രീൻ ആപ്പിൾ വേണം, പിന്നെ ഒരു സവോള വേണം, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി വേണം, ഒരു 3 പച്ചമുളക് വേണം, പിന്നെ ഒരു 2-3 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, പിന്നെ ഏത് യോഗട്ടായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു 2-3 സ്പൂണ് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം അതിനകത്തോട്ടൊരു 1-2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ആ കടുക് ഒന്ന് പൊട്ടി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ അതിനകത്തോട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതൊന്ന് സോട്ടായി വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് സവോള ആഡ് ചെയ്യുക. സവോള ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. സവോള ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ സവോള പെട്ടെന്ന് സോട്ടാവും. അപ്പം സവോള ഒന്ന് സോട്ടായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ആപ്പിളും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും. കാരണം അതിനൊരു എന്താ പറയുന്നത്, വലിയ വേവില്ല. ആപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ശേഷം തുറന്നു. 2 മിനിറ്റ് ശേഷം തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി നമ്മുടെ പാകം. ഇനി ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം യോഗട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോഗട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ച്, തൈരൊന്ന് കട്ടയൊക്കെ ഉടച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം തൈര് ഉടയ്ക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ല. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണേൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ തൈര് ഉടച്ച് ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാകത്തിനനുസരിച്ച് ഉപ്പും ഒക്കെ നോക്കിയിട്ട് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചടി റെഡി ആയിട്ടുണ്ട്, ഗ്രീൻ ആപ്പിൾ പച്ചടി. അപ്പോൾ ഇനിയിപ്പം ഇതാണ് അതിൻ്റെ കറക്റ്റ് പാവം. ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് ഹാഫ് വേയിൽ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടായി വന്ന ശേഷം അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഗ്രീൻ ആപ്പിൾ പച്ചടിയാണ്. നിങ്ങൾക്കത് എന്താ പറയുന്നത്, വെറുതെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾക്കറിയാം, ടേസ്റ്റ് ചെയ്ത് കാണുമ്പോൾ നല്ല സൂപ്പറാണെന്ന് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.